കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. UDF എംപിമാരുടെ നിലവിലെ സഹകരണ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് കരുതുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളാണ് ബജറ്റിനു മുമ്പായി സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതുമൂലം കടുത്ത പ്രതിസന്ധിയിലുള്ള സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനിവാര്യമാണ്. വ്യക്തമായ കണക്കുകൾ പ്രകാരമാണ് സംസ്ഥാനം ഇക്കാര്യം ഉന്നയിച്ചതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റുകളെക്കാളും വ്യത്യസ്തമായിരിക്കും ഈ ബഡ്ജറ്റ് എന്നുള്ള പ്രതീക്ഷയും കൂടി എനിക്കുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മാത്രമല്ല, പൊതുവിലുണ്ട്. കാരണം നേരത്തെ BJP 2 ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തേക്കാളും കുറച്ചുകൂടി റിയലിസ്റ്റിക്കായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കാര്യം അവർക്ക് അവരുടെ നയങ്ങൾ ഓരോ സംസ്ഥാനത്തെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കർഷകരുടെ വലിയ സമരം നടന്നു, അതിനകത്ത് വലിയ പങ്ക് ഇടതുപക്ഷം വഹിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന അനുകൂല നിലപാടാണ് UDF എംപിമാർ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്നും ധനമന്ത്രി. 18 എംപിമാരും UDFന്റെ പക്ഷത്താണ്. ഇപ്പോൾ എംപിമാരുടെ കോൺഫറൻസിൽ അവരൊരു കാര്യം പറഞ്ഞത് പോസിറ്റീവായിട്ട് തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇക്കാര്യത്തിൽ നിൽക്കാം. നേരത്തെ ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് ഒരിക്കൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോയൊരനുഭവമുണ്ട്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പരിഗണന. വരുമാന മാർഗത്തിൽ കാലോചിതമായ പരിഷ്കരണമുണ്ടാകുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.